നോബി പുലർച്ചെ ഷൈനിക്ക് അയച്ച ആ സന്ദേശം എന്ത്? ഏറ്റുമാനൂർ പാറോലിക്കലിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി അമ്മ ഷൈനിയും രണ്ട് പെൺമക്കളും ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് നോബി ലൂക്കോസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ വലിയ അസ്വസ്ഥനായിരുന്നു. കാരണം കഴിഞ്ഞ 4 ദിവസമായി റിമാൻഡിൽ ആയിരുന്നതിനാൽ ഒരു തുള്ളി മദ്യമകത്താക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടുള്ള അസ്വസ്ഥതയായിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ പോലും നേരത്തെ കഴിച്ചതിൻ്റെ കെട്ടുവിടാഞ്ഞതിനാൽ നോബിക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. അന്വേഷണവുമായി ആദ്യം സഹകരിച്ചുമില്ല. റിമാൻഡിലായിരുന്ന ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിപറമ്പിൽ നോബി ലൂക്കോസ് ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. എങ്കിലും പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ കോടതി ജാമ്യം നിഷേധിച്ചു. പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തു. മദ്യം അകത്ത് ചെല്ലാതെ നോർമലായതോടെ സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നത്രേ നോബി. ഭക്ഷണത്തോടും മറ്റും വലിയ താല്പര്യം കാണിക്കാത്ത നോബി മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിനോട് പറഞ്ഞത്. കടുത്ത കുറ്റബോധത്തിലാണ് നോബി എന്നും ആദ്യഘട്ടത്തിൽ വഴങ്ങാതിരുന്ന നോബി ഇപ്പോൾ അന്വേഷണത്തോട് നന്നായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ അത് കുറ്റബോധം കൊണ്ടല്ല നോബി കരഞ്ഞത്. 2 എണ്ണം അടിക്കാൻ കിട്ടാത്തതിൻ്റെ വിഷമത്താലാണ് നോബി കരഞ്ഞതെന്നാണ് നോബിയെ അടുത്തറിയാവുന്നവർ പറയുന്നത്. പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരുന്ന ഷൈനിയുടെ ഫോണിൽ നിന്നും സൈബർ വിദഗ്ധർ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് വിവരം. ഷൈനി മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുവാൻ പെട്ടെന്ന് തീരുമാനിക്കത്തക്ക കാരണം എന്താണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിനായി അവസാനമായി നോബി അയച്ച സന്ദേശം എന്താണെന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കേസിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന 13-ന് വൈകുന്നേരം നോബിയെ തിരികെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം നോബി ലൂക്കോസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ പരിഗണിച്ച കോടതി വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവുകളും മറ്റും നശിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഇതോടൊപ്പം വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും പോലീസ് സമർപ്പിച്ചു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ച കോടതി പോലീസ് റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കുകയും നോബിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയുമായിരുന്നു. നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയുമായ ഷൈനി, 11ഉം 10ഉം വയസ്സുള്ള മക്കളായ അലീന, ഇവാന എന്നിവർ കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തിരുന്ന ഏറ്റുമാനൂർ പോലീസ് ITV ന്യൂസ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ നിരന്തരമായ വാർത്തകളെ തുടർന്ന് കടുത്ത ജനരോക്ഷത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനും പിന്നാലെയാണ് കേസെടുത്തത്. ഭർത്താവിന്റെ ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നാണ് മൂവരും ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. മൂവരും ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ നോബി ഭാര്യയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനംനൊന്താണ് കുടുംബം ആത്മഹത്യ ചെയ്തെന്നുമാണ് പോലീസ് നിഗമനം. നോബിക്കും അമ്മയ്ക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് തൊടുപുഴ കോടതിയിലും കേസ് നടന്നു വരവെയായിരുന്നു മൂവരും ജീവനൊടുക്കിയത്. ഷൈനിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്ന് സമ്മതിക്കുന്ന നോബി എന്ത് സന്ദേശമാണ് അയച്ചതെന്ന് ഇതുവരെ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ആ സന്ദേശങ്ങളെല്ലാം നോബിയുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത നിലയിലുമാണ്. ഇവ കണ്ടെത്തുവാൻ നോബിയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിനിടെ ഭർത്താവിൽ നിന്ന് താൻ വലിയ തോതിൽ മാനസിക പീഡനം ഏൽക്കുന്നുണ്ടെന്നും ജീവിതം പ്രതിസന്ധിയിലാണെന്നും കാട്ടി ഷൈനി കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശവും മക്കളുമായി ജീവനൊടുക്കുവാൻ പോകുന്ന ഷൈനിയുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മക്കളുമായി കഴിഞ്ഞ 9 മാസമായി പാറോലിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ. അതുപോലെ ഭർത്താവ് നോബിക്കെതിരെ മറ്റൊരു കുരുക്കും മുറുകുകയാണ്. ഷൈനി വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കാണെന്ന് ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു. വായ്പാ തിരിച്ചടപ്പ് മുടങ്ങിയതിനാൽ കേസ് കൊടുത്തിരുന്നു. എന്നാൽ തിരിച്ചടയ്ക്കുവാൻ നോബിയും കുടുംബവും കൂട്ടാക്കിയില്ല. ഷൈനിയുടെ ആവശ്യത്തിനാണ് പണം എടുത്തതെന്ന് പറഞ്ഞ് നോബിയും കുടുംബവും കൈയൊഴിയുകയായിരുന്നുവെന്നും കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു. ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പണം വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കാനുമായിരുന്നു. ജൂൺ വരെ പണം തിരിച്ചടച്ചിരുന്നു. വീട്ടിൽ നിന്ന് പോയതോടെ പണം അടയ്ക്കാതെയായി. വായ്പ മുടങ്ങിയതോടെ നിക്ഷേപത്തിൽ നിന്നെടുത്ത് കുടുംബശ്രീ അംഗങ്ങളാണ് പണം തിരിച്ചടച്ചത്. നോബിയും കുടുംബവും പണം തിരിച്ചടക്കില്ലെന്ന് പറഞ്ഞു. ഷൈനിയുടെ പേരിലുള്ള 2 വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറുവാൻ നോബിയും കുടുംബവും ഷൈനിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞത്. പണമടയ്ക്കുവാൻ നിർവാഹമില്ലെന്നും അതുകൊണ്ട് പോലീസിൽ പരാതി നൽകുവാനും പറഞ്ഞത് ഷൈനിയാണ് എന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു.
ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന ആശങ്കയിലാണ് കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീ. 1,26,000 രൂപയാണ് വായ്പ ഇനത്തിൽ ഇനി തിരിച്ചടയ്ക്കാനുള്ളത്. ഇനി ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഷൈനിയുടെ നാട്ടുകാരനും ഇപ്പോൾ UK താമസക്കാരനുമായ ജാക്സന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ ഷൈനിയുടെ നാട്ടുകാരനാണേ. ഇപ്പം ഞാൻ UK ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ ഒന്നും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതേ ഉള്ളൂ. ശരിയാണ്, ഷൈനി എല്ലാവർക്കും ഷൈനിയുടെ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ടെങ്കിൽ പോലും ഷൈനി കാണിച്ചതൊരു നിയമപരമല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത്. അവർ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ ഷൈനി ചെയ്തത്. മൈനറായിട്ടുള്ള 2 കുട്ടികളെ കൊണ്ടല്ലേ അവർ ആ ട്രെയിനിന് മുമ്പിൽ ചാടിയത്. അവരൊറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ സ്വന്തം തീരുമാനമാണെന്നുള്ളത്. അവർ പറക്കപ്പറ്റാത്ത ഈ 2 കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തീരുമാനങ്ങൾ എടുത്ത് അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നല്ലേ. ഇപ്പം കുട്ടികൾ കൺവിൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കൺവിൻസ്ഡ് ആകാനും മാത്രമുള്ളൊരു പ്രായമാണ് അവർക്കുള്ളത്. അവർ ജസ്റ്റ് 10-12 വയസ്സുള്ള 2 പൊടിക്കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞാൽ അത് ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച ചെയ്തത് ഓക്കെ ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി, ഓക്കെ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്റ്റില്ലേ, ഷൈനി ഒരു പക്ഷേ ആത്മഹത്യക്ക് വേറൊരു രീതിയിലായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ അവർ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു, കുട്ടികൾക്കും വിഷം കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവർ 3 പേരും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു, ഈ ഷൈനി രക്ഷപ്പെട്ടു. ഷൈനി അറസ്റ്റ് ചെയ്യപ്പെടത്തില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്പെക്റ്റ്, ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണ്ടേ? അതാണ് എൻ്റെ ഒരു സംശയം. ഇവിടെ UK സതാംപ്ടണിൽ ഇതേപോലെ തന്നെ ഷൈനിയുടെ അതേ പോലെ തന്നെ ഉള്ള ഒരു കേസ്. അവിടെ ഒരു വീട്ടമ്മ, ഷൈനിയുടെ അതേ പ്രായമുള്ള ഒരു നേഴ്സാണ്. പുള്ളിക്കാരത്തിയുടെ 2 കുട്ടികൾ, അതായത് 14 വയസ്സും 10 വയസ്സുമുള്ള 2 കുട്ടികളുമായിട്ട് ആത്മഹത്യക്ക് തീരുമാനിച്ചു. അവരെന്നിട്ട് ഓവർഡോസായിട്ട് മെഡിക്കേഷൻസ് കഴിച്ചു. എന്നിട്ട് അവർ ആത്മഹത്യാക്കുറിപ്പ് അവരുടെ ബ്രദറിന് അയച്ചു കൊടുത്തു, നാട്ടിലുള്ള ബ്രദറിന് അയച്ചു കൊടുത്തു. ബ്രദർ ഇത് കണ്ട് വിഭ്രാന്തനായിട്ട് ഇവിടെ UK എമർജൻസി സർവീസുകളെല്ലാം വിളിച്ച് അറിയിച്ചു, ഇങ്ങനെ ഒരു അമ്മയും 2 കുട്ടികളും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പോലീസ് വന്ന് ഡോറ് ചവിട്ടി തുറന്നു. ഇവർ 3 പേരും അബോധാവസ്ഥയിലായിരുന്നു. ഇവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കി. ഇവർ 3 ദിവസം കൊണ്ട് റിക്കവറായി. കുട്ടികളെ 2 പേരെയും ഫോസ്റ്റർ കെയറിലേക്ക് മാറ്റി. അമ്മയ്ക്കെതിരായിട്ട് കേസെടുത്തു. ഏകദേശം 1 വർഷത്തോളം കേസ് നടന്നു. അവസാനം കഴിഞ്ഞ 2-3 മാസം മുമ്പ് അതിൻ്റെ വിധി വന്നു. വിധി വന്നപ്പോഴത്തേക്കിന് ഈ അമ്മ കുറ്റക്കാരിയാണെന്ന്, അതായത് ഈ കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിൽ ഒരു കുട്ടിക്ക് 16 വർഷം വെച്ച് 32 വർഷത്തെ തടവ് അനുഭവിക്കുകയാണ് അവർ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നൊരു കേസാണിത്, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. ആ നിയമം തന്നെയല്ല ഇന്ത്യയിലും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഷൈനി പറയുന്നുണ്ട് ഷൈനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഷൈനി ഹെൽപ്പ് സീക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു സജി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ, അദ്ദേഹത്തിന് ബാങ്കിലെ ലോൺ അടയ്ക്കാൻ മേലാതെ എന്ന് പറഞ്ഞാൽ അയാൾ ഹെൽപ്പ് സീക്ക് ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക് 10-32 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് പിരിഞ്ഞു കിട്ടി അല്ലേ. അപ്പം വളരെ ഹെൽപ്പ് ശരിക്കും സീക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റാവുന്നൊരു കേസ് ഷൈനിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഷൈനിയുടെ ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. ആ ഒരു ആസ്പെക്റ്റും കൂടി ജനങ്ങൾ അറിയണ്ടേ? അതോ ജനങ്ങൾക്ക് താല്പര്യമുള്ള ന്യൂസ് മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളതാണോ നമ്മളുടെ ഒരു ധർമ്മം? എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ പാതിരിമാരുടെ കൂടെയുള്ള ആളൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു സാധാരണക്കാരനാണ്, യാതൊരു പക്ഷവും പിടിക്കാതെ ന്യൂട്രലായിട്ട് പറയുന്ന ഒരാളാണ്. നമുക്ക് യാതൊരുവിധ പിടിപാടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഇത് സംസാരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.